ശ്രീ പ്രശാന്ത്, ഈ കേരളവും തമിഴ്നാടുമായിട്ട് എപ്പോഴും ചർച്ച ചെയ്യുകയും അതിൻ്റെ പേരിൽ കലഹിക്കുക വരെ ചെയ്തിട്ടുള്ള ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നേതാക്കന്മാർ ഇറങ്ങി വരും, ഇപ്പം പൊട്ടും പിന്നെ പൊട്ടും എന്നുള്ള രീതിയിൽ അതിൻ്റെ ഉറപ്പിനെക്കുറിച്ച് വരെ പഠനവും മറ്റുമൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും മുല്ലപ്പെരിയാറിന് കുഴപ്പമൊന്നുമില്ല. ചിലരൊക്കെ അത് വലിയ ഭയപ്പെടുത്തൽ വരെ നടത്തുന്നുണ്ട്. കേരളത്തിലെ 6 ജില്ലകൾ വെള്ളത്തിനടിയിലാകും എന്ന് വരെ. ഈ കഴിഞ്ഞ നമ്മുടെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുകയുണ്ടായി. ഒരുപക്ഷെ UDF സർക്കാരിൻ്റെ കാലത്താണ് എപ്പോഴും ഈ മുല്ലപ്പെരിയാർ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും അതിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. അന്നല്ലേ നമ്മുടെ PJ ജോസഫ് നെഞ്ചത്തടിച്ച് കരഞ്ഞതും ഒക്കെ. അപ്പം ഇപ്പോൾ വീണ്ടും അതിലേക്ക് വരുമോ? അല്ല, അതിപ്പോൾ തമിഴ്നാട് അത് രാഷ്ട്രീയ വിഷയമാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വിജയ് സർക്കാർ ഈ വിഷയം കഴിഞ്ഞ നയപ്രഖ്യാപനത്തിനകത്ത് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള അധിക വെള്ളം അവർക്ക് കൊടുക്കണം, അത് ഏതാണ്ട് കമ്പം തേനിയോളം അടങ്ങുന്ന ഒരു 12ഓളം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ജയലളിതയുടെ കാലത്ത് ജയലളിത വിഷയം ഉണ്ടാക്കിയത്. അവിടുന്ന് ആൾക്കാർ പണ്ട് 2006 ബിജിമോളൊക്കെ അവിടെ സത്യാഗ്രഹം വരുന്ന സമയത്ത് അവിടുന്ന് സംഘടിച്ച ആൾക്കാർ വന്ന് അവരെ അടിക്കാൻ വരുന്ന രീതി, അതായത് 2 സംസ്ഥാനങ്ങളുടെ സാധാരണക്കാർക്ക് ഇടയിൽ സംഘർഷഭരിതമായിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് പോലും ഒരു പക്ഷേ അന്ന് അവർ ശ്രമിച്ചിരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കമ്പ MLA ജഗന്നാഥ് മിശ്രയാണ് ഇപ്പോൾ ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പം അവിടത്തേക്ക് ഈ അധികമാകുന്ന വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ അത് ഈ വൈഗ അണക്കെട്ട് മുഖേന ഈ ഇത്രയും ജില്ലകളിലെ കൃഷിക്ക് യോഗ്യമാകുന്ന രീതിയിൽ അവർ ഉപയോഗിച്ചുകൊള്ളാം, ആ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾക്കല്ലയോ തരുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം VD സതീശൻ ഈ വിഷയത്തിനകത്ത് തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നുള്ള രീതിയിലേക്ക് ഒരു സംസാരം വന്നു. കാരണം ഇത് വളരെ പുറകോട്ട് സാർ ഈ പറഞ്ഞതുപോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് ഈ നമ്മുടെ എന്ന് പറയുന്നത് അതിന് ശുക്രിയോ, അതെ അതെ അത് അങ്ങനത്തെ ഒരു സുർക്കി ഉപയോഗിച്ച്, അതായത് ചുണ്ണാമ്പ് ഏതാണ്ട് അല്ലേ, ചുണ്ണാമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇതിന്റെ ബലത്ത് അതല്ലെങ്കിൽ അതെല്ലാം ഒലിച്ചു പോയിട്ടുണ്ടാവും. ഇതിന്റെ ബലത്തിന് എത്രത്തോളം ഇതിന് ബലമുണ്ട്, ഈ പറയുന്നത് പോലെ ഭൂകമ്പം ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള മേഖലകൾ പരിശോധിക്കുമ്പോൾ ആ മേഖലയിലാണ് ഈ ഡാം നിൽക്കുന്നത്, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതിന് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഡാം പണിയേണ്ടതായിട്ടുള്ള അവകാശമാണ് പണ്ട് തൊട്ടേ കേരളം വയ്ക്കുന്നത്. കാരണം ഇതിനകത്ത് ഈ ഡാമിന് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചാൽ എറണാകുളം ജില്ല പോവും, തൃശ്ശൂർ ജില്ല പോവും, കോട്ടയം ജില്ല പോവും, പത്തനംതിട്ടയിലെ പകുതി ഭാഗം. എറണാകുളം ജില്ലയൊക്കെ ഇപ്പം നിൽക്കുന്ന കെട്ടിടങ്ങൾ പോലും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മണ്ണൊലിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്ന ജലബോംബെന്ന് പറയുന്നു. അപ്പം ഇതിനകത്ത് ഈ തർക്കം വരികയും നേരത്തെ സുപ്രീം കോടതി എനിക്ക് തോന്നുന്നു ഈ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഈ നേരത്തെ ഒരു വിധി 2016 ഒരു സുപ്രീം കോടതി ഒരു മേൽനോട്ട സമിതിയൊക്കെ വെച്ചായിരുന്നു. ആ മേൽനോട്ട സമിതി എന്ന് പറയുമ്പം ആ സമിതിക്കകത്ത് ഇവർ പുറമേ നിന്ന് നടക്കിയിട്ട് കുഴപ്പം വല്ലതും ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു മേൽനോട്ട സമിതി. പക്ഷെ നമുക്ക് അതിനകത്ത് ഗുണമുണ്ടാകുന്ന രീതിയിലേക്ക് 2021 മോദി ഈ ഡാം സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. കാരണം വിദഗ്ധ സമിതി എല്ലാ രീതിയിലും പുറത്തുനിന്ന് ടോർച്ചടിച്ച് നോക്കുന്ന ഒരു രീതിയല്ല, വിദഗ്ധമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് ഉള്ള വിഷയങ്ങൾ ഉൾപ്പെടെ പഠിച്ച് അല്ലെങ്കിൽ അത് പഠിക്കാൻ അത് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ കേന്ദ്ര ജല കമ്മീഷൻ അംഗമായ TK ശിവരാജ്, അദ്ദേഹം മലയാളിയാണ്, അദ്ദേഹമാണ് നമ്മുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ വേണ്ട രീതിയിലേക്കുള്ള സുരക്ഷയെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നേരത്തെ പറയുന്നതാണല്ലോ. അതുകൊണ്ട് അത് പുതിയൊരു ഡാമിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ല. അല്ലെങ്കിൽ പുതിയ ഡാം വരുമ്പോൾ ഇവർക്ക് വെള്ളം കിട്ടാതെ വരുമോ എന്നുള്ള ആശങ്കയാണോ എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കറിയത്തില്ല. അവർക്ക് പിന്നെ കേരളം മൊത്തം എന്ന് വെച്ചാൽ ആളി എത്താലും അവർക്ക് ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം നടക്കണം എന്നുള്ള രീതിയാണല്ലോ. അപ്പം ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് കോൺക്രീറ്റ് ആങ്കറിങ്, അതുപോലെ ഈ കോൺക്രീറ്റ് വെച്ചിട്ട് ഇതിൻ്റെ തട്ടിപ്പോയാലും അത് തടഞ്ഞിക്കത്തക്കോണുള്ള ഒരു സാധനമാണ്. അതുപോലെ കേബിൾ ആങ്കറിങ് ഉണ്ട്. അത് വലിയ കുഴിയെടുത്തിട്ട്
ഈ കോൺക്രീറ്റ് താന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ വെള്ളമുള്ളിടത്തെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വിജയ് സർക്കാർ, ഞാൻ നേരത്തെ സാറിനടുത്ത് ഒരു ടോക്കിനകത്ത് പറഞ്ഞതുപോലെ, നമ്മൾ വിചാരിച്ചതുപോലെ അല്ല വിജയ് ഈ പറഞ്ഞതുപോലെ ഒരു സെലിബ്രിറ്റി ആയിട്ട് അങ്ങ് അധികാരത്തിൽ വന്ന് രാഷ്ട്രീയത്തിനകത്ത് പരിചയമില്ല എന്ന് പറഞ്ഞ് വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരാളല്ല. രാഷ്ട്രീയത്തിനകത്ത് പരിചയമുള്ള ആൾക്കാർ വിജയെ കൃത്യമായിട്ട് നിയന്ത്രിക്കുകയും ഏതൊക്കെ രീതിയിലേക്കുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് അവിടെ നടത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റി പഠിച്ച് ആ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി വിജയ് ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് വിജയ് നമ്മുടെ രക്ഷകനല്ല. ഇവിടെ കുറേ ഒത്തിരി ഫാൻസും അല്ലെങ്കിൽ അംഗങ്ങളും മറ്റവരും മറിച്ചവരും ഒക്കെ ഉള്ളപ്പം വിജയ് ഇപ്പം നമ്മുടെ അന്തകൻ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ ഈ പറയുന്നത് പോലെ മുല്ലപ്പെരിയാർ പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നാൽ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട സാമ്പത്തിക ജില്ലയെന്ന് പോലും പറയാവുന്ന എറണാകുളം ഉൾപ്പെടെ ഉള്ളിടത്ത് വലിയ കുഴപ്പങ്ങൾ പറ്റും. ധാരാളം ആൾക്കാർ മരിക്കുന്ന ഒരവസ്ഥയുണ്ട്. സാറി പറഞ്ഞതുപോലെ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു 1873 അങ്ങാണ്ടാന്ന് തോന്നുന്നു അതിൻ്റെ ഇത് ഉണ്ടാക്കിയ സമയം. ഇപ്പം ഇത്രയും കാലമായിട്ടുണ്ട്. ഈ സുർക്കിയൊക്കെ കീഴിൽ നിന്ന് ഒലിച്ചു പോയിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള ഫോട്ടോസും മറ്റു കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഇത് ഏറ്റവും ഈ ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ഇടത്താണ് നിൽക്കുന്നത്. കാരണം അങ്ങനത്തെ പല പ്രദേശങ്ങളുണ്ടല്ലോ, അത് പഠനത്തിനകത്തുള്ള. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ ഭൂകമ്പോ വല്ലതും ഉണ്ടാവുകയോ വല്ല 2018 നമ്മൾ ഭയന്നതാണല്ലോ. കാരണം ഇതേപോലെ അന്ന് പൊട്ടിയായിരുന്നെങ്കിൽ ഇതൊരു അവസ്ഥയും ആലോചിച്ചു. അപ്പോൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ കഴിഞ്ഞ സാറി പറഞ്ഞ പോലെ കുറേ നാൾ കൊണ്ട് അനങ്ങാതിരിക്കുമായിരുന്നു പറഞ്ഞാൽ അനങ്ങാതിരുന്നതല്ല. ആ ഗവൺമെൻറ് ഒരു DMK ഗവൺമെൻറ് ആയതുകൊണ്ടും അതിനകത്ത് സ്റ്റാലിൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടും സ്റ്റാലിനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ഒരു പേഴ്സണലി വലിയ അടുപ്പക്കാരാണ്. ഈ രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ട് മുല്ലപ്പെരിയാർ വിഷയം മനഃപൂർവ്വം പൊക്കിക്കൊണ്ട് വരാഞ്ഞതും അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാഞ്ഞതും കേരളത്തിന് ഉതകാത്ത രീതിയിൽ വർത്തമാനം പറയാതിരുന്നതുമൊക്കെയാണ്. അവർ തമ്മിൽ ഉള്ള ഒരു ആത്മബന്ധം കൊണ്ട് സംഭവിച്ച കാര്യമാണ്. ഏതായാലും വിജയ് വന്നു. ഇപ്പം മുഖ്യമന്ത്രി VD സതീശനല്ല, ആരായാലും സ്വന്തം കാര്യം സിന്താവ എന്നുള്ള രീതി. അവിടെ കോൺഗ്രസ്സുകാരൊക്കെ പുള്ളിയെ മന്ത്രിമാരൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാജ്യസഭ ജയിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രാദേശിക വിഷയം അത് തമിഴന്മാർക്ക് ഏറ്റവും കൂടുതൽ ആ തമിഴന്മാരെ ഏത് രീതിയിൽ പ്രകോപിപ്പിച്ച് കൂടെ നിർത്താം എന്നുള്ള മുദ്രാവാക്യം ഏറ്റെടുത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഏതാണ്ട് 12ഓളം നിയോജക മണ്ഡലങ്ങളിലെ ആൾക്കാർ ഇളകുന്ന ഒരു മുദ്രാവാക്യമാണ് ഇപ്പം വീണ്ടും ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും കേരളത്തിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഒരുപക്ഷെ ഈ പുതിയ നാം പറഞ്ഞില്ലേ കേന്ദ്രം 2029 വെച്ച കമ്മീഷൻ്റെ റിപ്പോർട്ട് മോദി ആയതുകൊണ്ടും ഡാം സുരക്ഷ ആയതുകൊണ്ടും അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പരിഗണനയും കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ആയതുകൊണ്ടും അതിനകത്തൊരു പ്രതീക്ഷ വെക്കാം. ഏതായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.